ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇഡ്ലിക്ക് മാവ് അരയ്ക്കുമ്പോൾ മിക്സിയിൽ അരച്ചാൽ ഒട്ടും സോഫ്റ്റ് ആവുന്നില്ല, സ്പോഞ്ച് പോലെ കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നവർ കുറേ പേരുണ്ട് കേട്ടാ. ഇനി നിങ്ങൾ ഇഡ്ലിക്ക് ബാറ്റർ അരയ്ക്കുമ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്ത് അരച്ച് നോക്കുക, പിന്നെ ഈ പരാതി ഉണ്ടാവില്ല. അത്രയ്ക്ക് സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ ഇഡ്ലി. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഇഡ്ലി, അതിന് കോമ്പിനേഷൻ ആയിട്ട് ഒരു അടിപൊളി ചട്നി. ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഏത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചരി അല്ല കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചരി ഏതായാലും കുഴപ്പമില്ല കേട്ടോ. 1/2 കപ്പ് ചോറ്, 1/4 കപ്പ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ. ഞാൻ പറഞ്ഞ ഒരു ഇൻഗ്രീഡിയന്റ് മാവ് അരച്ചതിന്റെ ശേഷം ലാസ്റ്റ് നമ്മൾ ചേർക്കുകയുള്ളൂ. ഉഴുന്നും ഉലുവയും തന്നെ 4 മണിക്കൂർ കുതിർത്തിണ്ട്, പച്ചരിയും തന്നെ 4 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഉഴുന്നും ഉലുവയും നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇഡ്ലിക്കായാലും ദോശക്കായാലും ചില അരി അരയ്ക്കുമ്പോൾ അരി 4 മണിക്കൂർ 6 മണിക്കൂറൊക്കെ കുതിർത്താൻ വെച്ചിട്ട് അരക്കണേന്റെ 1 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് നല്ലോണം തണുപ്പിച്ചിട്ട് അരച്ച് നോക്കുക. അപ്പൊ മിക്സി ചൂടാവൂല്ല കേട്ടാ, നല്ല സോഫ്റ്റ് ആയിട്ട് അരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഉഴുന്നും ഉലുവയും നല്ല സോഫ്റ്റ് ആയിട്ട് കുറച്ച് കട്ടിയുള്ള ബാറ്റർ ആയിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത ഉഴുന്ന് ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് പച്ചരി അരച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് അരി ഒന്ന് അരഞ്ഞതിൻ്റെ ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കണ ഈ ചോറും ചേർത്ത് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരിയും ചോറും നല്ലോണം അരഞ്ഞതിൻ്റെ ശേഷം മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ജാറിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് കേട്ടോ. ഒരു പിഞ്ച് ഈസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ട് ഒരുപാട് നേരം ഇട്ട് അരയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അരച്ചെടുത്തത് ഉഴുന്നിൻ്റെ കൂടെ ചേർക്കാം. ഇഡ്ലിക്ക് മാവ് അരയ്ക്കണ പാകം എല്ലാവർക്കും അറിയാമല്ലോ, നല്ലോണം കട്ടിയിൽ അരച്ചെടുക്കണം. ഇനി നമുക്ക് കൈ വെച്ച് തന്നെ 2 മിനിറ്റ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി അടച്ച് വെച്ച് ഓവർനൈറ്റ് നമുക്കിത് ഫെർമെന്റ് ആവാൻ മാറ്റി. മാവ് അരച്ച് വെച്ചിട്ട് 8 മണിക്കൂർ ആവണേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്ക് ഇതുപോലെ പൊന്തി കിട്ടി. ഇനി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ട് വരാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ചട്നി അരച്ചതിന് ശേഷം നമുക്ക് ഇഡ്ലി ഉണ്ടാക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. 10 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. 4 വെളുത്തുള്ളി, 4 പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ടോളൂ കേട്ടോ. ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നല്ലോണം വാടി ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. ഉള്ളി പച്ചമുളക് തണുത്തുണ്ട്, നമുക്ക് അരച്ചെടുക്കാം. ചെറിയ കഷ്ണം പുളി ഇട്ടാൽ ഒരുപാട് വേണ്ട, അത്രയും കുറച്ച് എടുത്താൽ മതി. കുറച്ച് വേപ്പില, കുറച്ച് അണ്ടിപ്പരിപ്പ് സ്പ്ലിറ്റ് ചെയ്തത്, 1.5 ടേബിൾ സ്പൂൺ പൊട്ടുകടല, ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഈ ചട്നിയിൽ നമ്മൾ നാളികേരം ചേർക്കില്ല. അരച്ചെടുത്ത ചട്നി പാത്രത്തിലേക്ക് ഒഴിക്കാം. ജാറ് കഴുകി ആ വെള്ളം ചേർക്കണ്ട്. നിങ്ങൾക്ക് എന്തോരം ചട്നി ലൂസായിട്ട് വേണോ അതനുസരിച്ച് വെള്ളം ചേർത്തോളൂ. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2 ചുവന്ന മുളകും കുറച്ച് വേപ്പില ഇടുന്നുണ്ട്. ഇത് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇഡ്ഡലി റെഡിയാക്കാം. വെള്ളം നല്ലോണം തിളച്ചു വിട്ടാൽ ഇഡ്ഡലി വെച്ച് കൊടുക്കാം. എപ്പോഴും നമ്മൾ ഇഡ്ഡലിക്ക് കുക്ക് ചെയ്യുന്ന പോലെ 10-15 മിനിറ്റ് കുക്ക് ചെയ്യും. ഇഡ്ഡലി വെന്തുണ്ടാവും കേട്ടോ. നമുക്ക് തുറക്കാം. ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ഇഡ്ഡലി ഒന്ന് തണുത്തുണ്ട് കേട്ടോ, നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇഡ്ഡലി എത്ര സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇഡ്ഡലി തട്ടിൽ നിന്ന് മാറ്റിയപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും. അത്രയ്ക്ക് സോഫ്റ്റ് ആട്ടോ ഇഡ്ഡലി. ഇത് കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇഡ്ഡലി ശരിയാവണില്ല എന്ന് ആരും പറയരുത്. ഈ രീതിയിൽ മാവ് അരച്ച് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ടും പഞ്ഞി പോലത്തെ ഇഡ്ഡലി കിട്ടുകയും ചെയ്യും. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.